പട്ടേൽ ടി സിദ്ദിഖ് MLA ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ടി സിദ്ദിഖ് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. കൽപ്പറ്റ ടൗണിൽ നിന്നും റോഡ് ഷോയായി അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. വലിയൊരു ജനാവലി തന്നെ തൊട്ടുപുറകിലുണ്ട്. പ്രവർത്തകരൊക്കെ തന്നെ അണിനിരന്ന നേതാവിന് വേണ്ടി, തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് വേണ്ടി വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയാണ്. ടി സിദ്ദിഖ് ഇവിടെ തുടരും എന്നുള്ളതും കൂടിയാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ടി സിദ്ദിഖ് 24-നോടൊപ്പം ചേരുന്നു എന്നുള്ളതും കൂടിയാണ്. ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ജനാവലി, വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം തന്നെ നമുക്ക് ഈ തൊട്ടുപുറകിൽ തന്നെ കാണാം എന്നുള്ളതും കൂടിയാണ്. MLA ഒരു സമയത്ത് ചുരമിറങ്ങേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഇനി ചുരമിറങ്ങാതെ ഇനി അങ്ങോട്ടും ഇവിടെ തന്നെ ഉണ്ടാവുമെന്നാണോ? ചുരത്തിന്റെ താഴെയുള്ളവരൊക്കെ കാണുന്നതിന് വേണ്ടി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ കാണാൻ, ആശയങ്ങൾ സംവാദങ്ങൾ നടത്താൻ, വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ റോഡ് ഷോ UDF പ്രവർത്തകന്മാരുടെ ആത്മവിശ്വാസം നന്നായി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. മാസ്മരികമായിട്ടുള്ള വിജയം കൽപ്പറ്റയിൽ ഉണ്ടാകും. കഴിഞ്ഞ 5 വർഷം അവരുടെ കൂടെ ജീവിച്ച് തീർക്കുകയായിരുന്നു. അല്ലാതെ ഒരു ജനപ്രതി എന്ന രീതിയിൽ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോവല്ല, ഇവരുടെ കൂടെ ജീവിക്കുകയായിരുന്നു. ഈ കൂവിയതിനൊക്കെ ഒരു മറുപടി ജനങ്ങൾ കൊടുക്കുമെന്നാണോ? ഒക്കെ ജനത്തിന് കൃത്യമായിട്ട് അറിയാം. ആക്ഷേപിക്കുന്ന രാഷ്ട്രീയത്തോട് സ്നേഹത്തിന്റെയും വിലാപത്തിന്റെയും നാടായ ഈ നാട് കൃത്യമായ മറുപടി നൽകും. കാര്യം തർക്കം വേണ്ട. ഇത് സ്നേഹത്തിന്റെ നാടാണ്, ഒരുമയുടെ നാടാണ്. ഒരു കുഴി കുഴിച്ച് അതിൽ 3-4 ബോഡി ഒന്നിച്ച് അടക്കം ചെയ്ത മണ്ണാണിത്. ഈ മണ്ണ് ആക്ഷേപിക്കാനുള്ളതല്ല, അവർക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ടി സിദ്ദിഖ് കൽപ്പറ്റയിൽ തുടരുമെന്ന് തന്നെ അല്ലേ? 100% ആത്മവിശ്വാസത്തോട് പറയുന്നു. ജനം മഹാഭൂരിപക്ഷത്തോടു കൂടി UDF-നെ വിജയിപ്പിക്കും. വയനാടൊപ്പം UDF അങ്ങ് ഏറ്റെടുക്കുവോ? സിദ്ദിഖ് MLA അത് തന്നെയാണ് പറയുന്നത്. വയനാട് UDF ഏറ്റെടുക്കുവോ? ഒരു സമയം വയനാട്ടിലെ 3 നിയോജകമണ്ഡലം UDF, 3 നിയോജകമണ്ഡലം UDF-ന്റെ കൂടെ UDF മുഖ്യമന്ത്രി ഉണ്ടാകും. ആ മുഖ്യമന്ത്രിക്ക് പിന്തുണ കൊടുത്ത് 3 MLA-മാർ വയനാട്ടിൽ നിന്നുണ്ടാവും.